പാരന്റ്സ് എപ്പോഴും കുട്ടികളുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ് അല്ലെ? ബട്ട് കുട്ടികളുടെ നല്ലതിന് എന്ന് പറഞ്ഞ പാരന്റ്സ് ചെയ്യാറുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണോ? അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? പാരന്റ്സ് ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലെ മിസ്റ്റേക്സ് എന്താണെന്ന് തന്നെ അറിയാതെ ആയിരിക്കും കുറെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ബട്ട് നമ്മൾ പാരന്റ്സ് ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. സോ ഈ മിസ്റ്റേക്സ് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മോസ്റ്റ് കോമൺ മിസ്റ്റേക്സ് ഗുഡ് പാരന്റ്സ് മേക്ക് എന്ന ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഇതുപോലുള്ള 10 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഇത്തിരി ലെങ്തി വീഡിയോ ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് 2 പാർട്സ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ, ഇതിൽ 5 മിസ്റ്റേക്സിനെ കുറിച്ച് ഷെയർ ചെയ്യാം. പാർട്ട് 2 വീഡിയോയില് ബാക്കിയുള്ള 5 മിസ്റ്റേക്സിനെ കുറിച്ചും പറയാം. പാരന്റ്സ് ഈ 2 വീഡിയോസും മിസ് ആക്കാതെ ഫുൾ ആയിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടും നോക്കുക. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മിസ്റ്റേക്ക് നമ്പർ 1, ക്ലോസിംഗ് ദ ഡോർ ഓൺ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കുട്ടികളുടെ കൂടെ ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരന്റിംഗ് സ്കില്ലാണ്. എന്ത് കാര്യവും എനിക്ക് എന്റെ പാരന്റ്സിന്റെ കൂടെ വന്ന് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം എന്ന് കുട്ടികൾക്ക് തോന്നണമെങ്കിൽ പാരന്റ്സ് അവരുടെ കമ്മ്യൂണിക്കേഷന്റെ ചാനൽ ഓപ്പൺ ആയിട്ട് വെക്കേണ്ടതുണ്ട്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നത് ജസ്റ്റ് ഞാൻ എന്റെ കുട്ടിയൊന്നും വഴക്ക് പറയാറില്ല, ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്, ഞാൻ ഡെയിലി കുട്ടികളോട് വിശേഷങ്ങൾ തിരക്കും എന്ന് പറയുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ വളരും തോറും അവരുടെ അടുത്തുള്ള പാരന്റൽ കൺട്രോൾ കുറഞ്ഞു തുടങ്ങും. അങ്ങനെയുള്ളപ്പോൾ കുട്ടികളുമായി കണക്ട് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ടൂൾ ആണ് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ ചാനൽ ചിലപ്പോൾ നമ്മുടെ പാരന്റിംഗ് സ്റ്റൈല് കാരണം അത് അടഞ്ഞു പോകാറുണ്ട്. അതിന് കാരണമാകുന്ന ഒരു 4 പാരന്റിംഗ് ടൈപ്സിനെ കുറിച്ചിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. നമ്പർ 1, ദ ഓതോറിറ്റേറിയൻ പാരന്റ്. ഇങ്ങനെയുള്ള പാരന്റ്സ് പൊതുവെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഓർഡേഴ്സ്, ഡിമാൻഡ്സ് ഓർ ത്രെറ്റ്സിലൂടെയൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കുട്ടികളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനോ അവർക്ക് പറയാനുള്ളത് കേൾക്കാനോ ഒന്നും ഇങ്ങനെയുള്ള പാരന്റ്സ് റെഡിയാകാറില്ല. സോ എന്തായാലും എന്റെ പാരന്റ് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കില്ല എന്ന് പറഞ്ഞ് കുട്ടികള് ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. നമ്പർ 2, ദ ലെക്ചറിംഗ് പാരന്റ്. ഇങ്ങനെയുള്ള പാരന്റ്സ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് കുറെ ലെക്ചർ കൊടുത്തിട്ടാണ്. നീ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെയൊന്നും അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എല്ലാം കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ഫീലിംഗ്സ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചൈൽഡ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നതിന് കാരണം എപ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത് എന്നൊക്കെ കുറെ പ്രീ ഡിഫൈൻഡ് റൂൾസ് ആയിട്ട് പാരന്റ്സ് കുട്ടികളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്പർ 3, ദ ബ്ലെയിമിംഗ് പാരന്റ്. ഇങ്ങനെയുള്ള പാരന്റ്സ് എപ്പോഴും താനാണ് സുപ്പീരിയർ, തനിക്കാണ് എല്ലാം അറിയുന്നത് എന്ന കാര്യം കുട്ടികൾ അറിയണം എന്ന രീതിയിലാണ് പാരന്റിംഗ് ചെയ്യാറുള്ളത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു, ഞാൻ പറയുന്നത് നീ കേട്ടില്ലല്ലോ, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ ഒരു മോഡിലായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള പാരന്റ്സിന്റെ കുട്ടികൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് മുതിരാത്തത് ഞാൻ എന്തൊക്കെ ചെയ്താലും എന്റെ പാരന്റിന് അത് കറക്റ്റ് ആയിട്ട് തോന്നില്ല, സോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്പർ 4, ദ their പാരന്റ്. ഇങ്ങനെയുള്ള പാരന്റ്സ് വിചാരിക്കുന്നത് കുട്ടിയെ വേഗം സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലവും വേഗം ഫിക്സ് ചെയ്യാൻ പറ്റും എന്നതാണ്. കുട്ടി എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ആ പോട്ടെ സാരമില്ല വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഇമോഷണലി ഈ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം, ഓർ മറ്റു പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് ഇതൊന്നും എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടുമാകാം. പക്ഷേ ഇങ്ങനെയുള്ള പാരന്റ്സിന്റെ കുട്ടികൾക്ക് തങ്ങളുടെ ഫീലിംഗ്സ് അറിയാനായിട്ട് പാരന്റ്സ് ക്ഷമ കാണിക്കുന്നില്ല, അവർ തങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണ് പ്രാക്ടീസ് റിഫ്ലക്റ്റീവ് ലിസണിംഗ്. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ അവർ പറയുന്നത് ഫുൾ ആയിട്ട് കേൾക്കുക. ഓൾസോ ബി പ്രസന്റ് ഫോർ ദം ആക്റ്റീവ്ലി. കുട്ടികൾ പറയുന്ന വാക്കുകൾ മാത്രം ശ്രദ്ധിക്കാതെ അതിന്റെ പിന്നിലെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മിസ്റ്റേക്ക് നമ്പർ 2, പ്ലേയിങ് ഫിക്സ് ഇറ്റ്. നമ്മൾ എത്ര നല്ല രീതിയിൽ പാരന്റിംഗ് ചെയ്താലും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ലൈഫില് പ്രോബ്ലംസ്, കൺഫ്യൂഷൻസ്, സ്ട്രഗിൾസ് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ആസ് എ പാരന്റ് കുട്ടികൾ ഓരോ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പാരന്റ്സ് അവരുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്ത അറിവ് ഉപയോഗിച്ച് കുട്ടികളെ മിസ്റ്റേക്സിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കും. കുട്ടികൾ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ച് പാരന്റ്സ് ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി ആക്ച്വലി ഒരു പാരന്റിംഗ് ട്രാപ്പ് ആണ്. ഇതിനെ പ്ലേയിങ് ഫിക്സ് ഇറ്റ് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പാരന്റ്സ് ഓടിയെത്തുമ്പോൾ ആക്ച്വലി കുട്ടികൾ അവരുടെ പ്രവൃത്തിയുടെ കോൺസിക്വൻസസിലൂടെ പഠിക്കാനുള്ള
ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അത് അവരെ ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് സഫീഷ്യന്റ് ആക്കുന്നതിന് പകരം കുറച്ചുകൂടി ഡിപെൻഡന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ടീനേജേഴ്സിനെ വരെ അഫക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഈ ഒരു മിസ്റ്റേക്ക് പാരന്റ്സ് ചെയ്യുന്നതിന് മറ്റൊരു കാരണമാണ്, എന്റെ കുട്ടി ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഒരു നേരമാകും, ഇതിനേക്കാളും നല്ലത് ഞാൻ തന്നെ വേഗം ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നത്. ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ടോഡ്ലേഴ്സിന് ഡ്രസ്സും ഷൂസും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്, ചെറിയ കുട്ടികൾക്ക് ഫുഡ് വാരി കൊടുക്കുന്നത്, സ്കൂളിൽ പോകാൻ തുടങ്ങിയ കുട്ടികളുടെ സ്റ്റഡി ഡെസ്ക് പാരന്റ് ക്ലീൻ ആക്കി കൊടുക്കുന്നത്, ടീനേജേഴ്സിന്റെ ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്, റൂം ക്ലീൻ ആക്കുന്നത് അല്ല. കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പഠിപ്പിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈമും എനർജിയും എഫേർട്ടും എല്ലാം വേണ്ടി വരും. ബട്ട് ഷോർട്ട് ടേം ആയിട്ട് ചിന്തിച്ച് എനിക്ക് അതിനൊക്കെയുള്ള സമയമില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ കിഡ്സ് ആൻഡ് ഇവൻച്വലി കുട്ടികൾ ഓരോ ജോലികൾ തന്നെ ചെയ്തു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്കും കുറച്ച് ടൈം ഫ്രീ ആയിട്ട് കിട്ടാൻ തുടങ്ങും. ഈ ഒരു മിസ്റ്റേക്ക് സോൾവ് ചെയ്യാനായിട്ട് പാരന്റ്സ് കുട്ടികൾ ഓരോന്നും ട്രൈ ചെയ്ത് മിസ്റ്റേക്ക് വന്നാലും സാരമില്ല ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. നമ്മൾ കുറച്ച് വർഷങ്ങളെടുത്ത് പഠിച്ച പാഠങ്ങൾ പോലെ ലെറ്റ് ദം ഓൾസോ ലേൺ ബൈ ദംസെൽസ്. അതുപോലെ ചില സമയങ്ങളിൽ പാരന്റ് ഇന്റർവെൻഷൻ വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ പാരന്റ്സ് ഇൻവോൾവ് ആയാലും കുട്ടികളെ ലീഡ് ചെയ്യിപ്പിക്കുക. അവരുടെ അടുത്ത് നിന്നും പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനായിട്ട് പറയുക. ചെറിയ ഹെൽപ്പ് ആകാം, ബട്ട് അതൊരിക്കലും അവരുടെ ഡെസിഷൻ മേക്കിംഗ് സ്കിൽസിനെ തടയാനായിട്ട് പാടില്ല. മിസ്റ്റേക്ക് നമ്പർ 3, ബീയിങ് ഇൻകൺസിസ്റ്റന്റ്. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ പാരന്റിംഗ് മിസ്റ്റേക്ക് ആണ് ബീയിങ് ഇൻകൺസിസ്റ്റന്റ്. പാരന്റ്സ് ഡെയിലി ആക്ടിവിറ്റീസ് ഓർ റൂട്ടീൻസ് ഒക്കെ നല്ലപോലെ ഫോളോ ചെയ്യാനും കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരാനും എല്ലാം കുറച്ച് റൂൾസ് സെറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് പല കാരണങ്ങൾ കാരണം ആ റൂൾസിൽ പാരന്റ്സ് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാറില്ല. അത് ചിലപ്പോൾ വർക്കിലെ പ്രഷർ, സ്കെഡ്യൂൾ ചേഞ്ചസ് ഓർ മറ്റേതെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുപോവാം. വാട്ട് എവർ ഇറ്റ് ഇസ്, സ്ട്രക്ചർ ആൻഡ് കൺസിസ്റ്റൻസി ഇല്ലാതാകുമ്പോൾ കുട്ടികളിൽ ബിഹേവിയർ പ്രോബ്ലംസ് കണ്ടു തുടങ്ങും. കുട്ടികൾ എപ്പോഴും പാരന്റ്സിന്റെ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. എന്റെ പാരന്റ് 2-3 പ്രാവശ്യം ഇതൊക്കെ പറയും, ഞാനത് ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ അവര് പറഞ്ഞു മടുത്തിട്ട് അവര് തന്നെ അതൊക്കെ ചെയ്തോളും എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങള് കുട്ടികൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇൻ കേസ് മോർണിംഗ് റൂട്ടീൻ, ബെഡ് ടൈം റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ചില സമയങ്ങളിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം, ബട്ട് അത് റെയർ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളിൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത റൂൾസിലെല്ലാം കൺസിസ്റ്റന്റ് ആകുക. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 2 പാരന്റ്സും കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡില് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്തുക എന്നത്. ചിലപ്പോൾ പാരന്റ്സ് വളർന്നു വന്ന എൻവയറമെന്റിന്റെ ഡിഫറൻസസ് കാരണം അവർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂൾസിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ് പാരന്റ്സിന്റെ ഇടയിൽ ഒരു ധാരണ ഉണ്ടായില്ലെങ്കിലും എന്റെ അമ്മ ഇങ്ങനെയാ, എന്റെ അച്ഛൻ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. അതുപോലെ ഇൻ കേസ് നിങ്ങളുടെ കൂടെ കുട്ടികളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരോടും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതാണ് കുട്ടി ഫോളോ ചെയ്യാനായിട്ട് പാരന്റ്സ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂൾസ്, റൂട്ടീൻസ് എന്നല്ല. ഇൻ കേസ് അതിലെല്ലാം ഗ്രാൻഡ് പാരന്റ്സ് കൂടുതൽ ഇടപെട്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതായാല് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തൊക്കെ ഇതൊക്കെ എങ്ങനെ പറയും എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത റൂൾസിൽ ഇൻകൺസിസ്റ്റന്റ് ആകാതെ നോക്കുക. നല്ല ബിഹേവിയറോടുകൂടി കുട്ടികൾ വളരാനായിട്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. മിസ്റ്റേക്ക് നമ്പർ 4, അസ് അഗെയിൻസ്റ്റ് ദം. ഒരുപാട് ഫാമിലീസിലും പാരന്റ്സിന്റെയും കുട്ടികളുടെ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈന് കാണാനായിട്ട് പറ്റും. ഈ ലൈൻ ആക്ച്വലി അസ് അഗെയിൻസ്റ്റ് ദം എന്ന് പറയുന്ന ഒരു തരം സെപ്പറേഷൻ ആണ്. പാരന്റ്സ് ഓതോറിറ്റേറിയൻ മോഡലില് പാരന്റിങ് ചെയ്ത് കുട്ടികൾക്ക് ഓർഡേഴ്സ് മാത്രം കൊടുക്കുന്നു. കുട്ടികളുടെ ഒപ്പീനിയൻസ്, ഫീലിങ്സ് ഇതൊന്നും വകവയ്ക്കാതെ ഞാൻ നിന്റെ പാരന്റ് അല്ലേ, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ കുട്ടികളും പാരന്റ്സും 2 ടീമായിട്ട് മാറുകയാണ്. ഇത് കുട്ടികളുടെ ഇടയിൽ റിസെന്റ്മെന്റിന് കാരണമാകുന്നു. അതും ട്വീൻ ഓർ ടീൻ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. കുട്ടികൾക്ക് പാരന്റ്സിന്റെ അടുത്ത് ഫുള്ള് ദേഷ്യവും അമർഷവും ഒക്കെ ആയിരിക്കും. ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് പാരന്റ്സ് ഓതോറിറ്റേറിയൻ മോഡലിൽ നിന്നും കോപ്പറേറ്റീവ് മോഡലിലോട്ട് വരുന്നത്. ഫാമിലി എന്ന് പറയുന്നത് ഒരു ടീമാണ്. പാരന്റ്സും കുട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ടീം. സോ കുട്ടികൾക്ക് അവരുടെ ചോയ്സസ്, ഒപ്പീനിയൻ ഇതിലൊക്കെ വാല്യൂ കൊടുക്കുക. ഫാമിലി ഡെസിഷൻസിലെല്ലാം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ they will feel valued and cooperate more. Mistake number 5, do as I say, not as I do. പാരന്റ്സ് എപ്പോഴും കുട്ടികൾ താൻ പറയുന്നത് കേൾക്കണം, തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നെല്ലാം വിചാരിക്കും. കുട്ടികളും അതൊക്കെ അനുസരിച്ച് പാരന്റ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുട്ടികൾ ആക്ച്വലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മളെയും ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ടാണ് ഫോളോ ചെയ്യാറുള്ളത്. അത് നല്ലതാണെങ്കിലും
ചീത്തതാണെങ്കിലും. ഇൻ കേസ് നിങ്ങൾ ട്രാഫിക്കിൽ പെടുമ്പോൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഡോണ്ട് ബി സർപ്രൈസ്ഡ്. കുട്ടികൾ അവരുടെ ടോയ്സ് എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത ബാഡ് വേർഡ്സ് യൂസ് ചെയ്തേക്കാം. ഓർ ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിന്ന് ഒഴിവാകാനായിട്ട് ഫോണിലൂടെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ബി സർപ്രൈസ്ഡ്, കുട്ടികളും ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കള്ളം പറയും. ഓർ ഇൻ കേസ് കുട്ടികൾ ഫോൺ അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോണിൽ അധികം നേരം സ്ക്രോൾ ചെയ്തിരുന്നാല് അവർക്ക് പാരന്റ്സ് പറയുന്നതിനേക്കാളും പാരന്റ്സ് ചെയ്യുന്നത് ഫോളോ ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ താല്പര്യം. ആക്ഷൻസ് ഡു സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. സോ ഉപദേശിക്കാനും ശാസിക്കാനും മോറൽ വാല്യൂസ് കുട്ടികളെ പഠിപ്പിക്കാനും എന്നൊക്കെ വിചാരിച്ച് കുട്ടിയെ പിടിച്ചെടുത്ത് ലെക്ചർ അടിക്കുന്നതിന് പകരം ബി ആൻ എക്സാമ്പിൾ ടു ദം ത്രൂ യുവർ ആക്ഷൻസ്. അതാണ് ഡു ആസ് ഐ സേ നോട്ട് ആസ് ഐ ഡു എന്ന മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ ഇതൊക്കെയാണ് പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന 5 മിസ്റ്റേക്സ്. ഈ ബുക്കിൽ പറയുന്ന ബാക്കി 5 മിസ്റ്റേക്സ് ഷെയർ ചെയ്തുകൊണ്ടുള്ള പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാക്കാതെ കാണുക. ഓൾസോ ഈ ബുക്ക് നല്ലൊരു ഈസി റീഡ് ബുക്കാണ്. ഇതിൽ കുറെ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓർക്കുക, ബീയിങ് എ പാരന്റ് ഇസ് നോട്ട് സംതിങ് യു ആർ, ഇറ്റ് ഇസ് സംതിങ് യു ഡു. ഹാപ്പി പാരന്റിംഗ് ആൻഡ് പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.